എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ ബിനീഷ് നൽകിയ അപേക്ഷ തള്ളി. ബിനീഷിന്റെ ജാമ്യാപേക്ഷയിൽ ബംഗളൂരു സിറ്റി സെഷൻസ് കോടതി ഇന്ന് ഉച്ചയ്ക്ക് തുടർവാദം കേൾക്കും. കിരൺ ബാബുവാണ് ചേരുന്നത്. കിരൺ, വിശദാംശങ്ങൾ. ഗോപി, കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷിനെതിരെ എടുത്ത കേസ് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും അതുകൊണ്ട് തന്നെ ആ കേസ് അസാധുവാണെന്നും തുടർ നടപടികളടക്കം അസാധുവാണെന്നും കാണിച്ച് നേരത്തെയും ഒരു അപേക്ഷ റിട്ട് പെറ്റീഷൻ ബിനീഷിന്റെ അഭിഭാഷകൻ നൽകിയിരുന്നു. പിന്നീട് അത് പിൻവലിക്കായിരുന്നു. അതിനുശേഷം പിന്നീട് പുതുക്കി മറ്റൊരു അപേക്ഷ കൂടിയാണ് നൽകിയത്. അതാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. അങ്ങനെ ഒരു പെറ്റീഷൻ കോടതിയുടെ പരിഗണനയ്ക്ക് വരാതെ തന്നെ കോടതി പ്രാഥമിക പരിശോധനയിൽ തന്നെ അത് തള്ളിക്കളയുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ബിനീഷിനെ സംബന്ധിച്ച് മറ്റു പ്രധാനപ്പെട്ട വിഷയം, ബിനീഷിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് തുടർവാദം കേൾക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നൽകിയ ജാമ്യാപേക്ഷയാണ്. അന്ന് ഇരുഭാഗത്തിന്റെയും വാദം പൂർത്തിയായിരുന്നില്ല. അതിനാൽ ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയായിരിക്കും മിക്കവാറും കോടതി കേസ് പരിഗണിക്കുക. അപ്പോൾ തടസ്സവാദ ഹർജി പ്രധാനമായും ഇവർ ഉന്നയിക്കുമെന്നും ഇഡി ഉന്നയിക്കാനും സാധ്യതയുണ്ട്. ആ ഹർജിയിൽ പ്രധാനമായും കഴിഞ്ഞ ഒരാഴ്ചയിൽ അവർക്ക് ലഭിച്ച പുതുതായുള്ള തെളിവുകൾ, പ്രധാനമായും ബിനാമികളിൽ നിന്നുള്ള സ്വത്തിടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളടക്കം കോടതിയിൽ സമർപ്പിക്കുമെന്ന് പറയുന്നു. ബിനീഷിന്റെ ജുഡീഷ്യൽ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നത് നാളെയാണ്. ശരി കിരൺ. ഇബ്രാഹിം കുഞ്ഞിനെ ഉടൻ വിജിലൻസ് കസ്റ്റഡിയിൽ വിടാനാവില്ല എന്ന് കോടതി. കസ്റ്റഡിയിൽ വിടാവുന്ന ആരോഗ്യസ്ഥിതിയില്ല. ഇബ്രാഹിം കുഞ്ഞിന് തുടർ ചികിത്സ വേണമെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകി. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ഡാനിയാണ് ചേരുന്നത്. ഡാനിയും, എന്തൊക്കെയാണ് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നത്? കോടതിയുടെ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, കാര്യത്തിൽ മെഡിക്കൽ ബോർഡ് പറയുന്നത് നിലവിൽ കസ്റ്റഡിയിൽ വിടുവാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇബ്രാഹിം കുഞ്ഞിന് ഇല്ല. അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആശുപത്രി മാറ്റുകയാണെങ്കിൽ അത് അണുബാധ ഏൽക്കാനുള്ളൊരു സാധ്യത കൂടുതലായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കീമോ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മാസം 3 കീമോ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തുടർ ചികിത്സകൾ ആവശ്യമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. ഇത് കോടതി പരിഗണിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇത് നിലവിലുള്ളൊരു ചികിത്സ തുടരുകയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഇതേ സംവിധാനമുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ വാദിച്ചു. നിലവിലെ അവസ്ഥയിൽ വിജിലൻസിന്റെ സാധാരണഗതിയിലുള്ളൊരു കസ്റ്റഡിയിലേക്ക് വിടുവാൻ സാധ്യത കുറവ് തന്നെയാണ്. കോടതിയും അത് തന്നെ ചൂണ്ടിക്കാണുന്നു. അപ്പോൾ ചികിത്സ നൽകിക്കൊണ്ട് വിജിലൻസിന്റെ ചോദ്യങ്ങൾക്ക് വിധേയനാകുക എന്ന രീതിയിലേക്കായിരിക്കും കസ്റ്റഡി അനുവദിക്കുക. അങ്ങനെയെങ്കിൽ അത് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് സർക്കാർ സംവിധാനത്തിലേക്ക് മാറ്റുക എന്നതാണ് പ്രോസിക്യൂഷൻ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് സാധ്യമാണോ എന്നറിയാനായിട്ട് DMOയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും ആശുപത്രി മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് കോടതി പരിഗണിക്കുക. നാളെ അത് റിപ്പോർട്ട് വരും. അപ്പോൾ തന്നെ കസ്റ്റഡി അപേക്ഷയും അതോടൊപ്പം തന്നെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും. നേരത്തെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ട് മാത്രമാണ് ലഭിച്ചിരുന്നത്. ആശുപത്രി മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ അധികം പരാമർശിച്ചും ഇരുന്നില്ല. അതുകൊണ്ടാണ് കോടതി ഇപ്പോൾ ആശുപത്രി മാറ്റുകയാണെങ്കിൽ അത് എങ്ങനെയെന്നും അതേത് രീതിയിൽ ബാധിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടുള്ളത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നാളെ പരിഗണിക്കുന്നതോടുകൂടി തന്നെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും ഒപ്പം പരിഗണിക്കുകയും ചെയ്യും. ഗോപി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. ഗവൺമെന്റ് ഏൽപ്പിച്ചത് DMRC അതിന്റെ ശ്രീധരന്റെ നേതൃത്വത്തിൽ അതിന്റെ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയുണ്ടായി. അന്നത്തെ ഗവൺമെന്റാണ് കേരള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന സ്ഥാപനമുണ്ടാക്കി. ആ റിപ്പോർട്ട് DMRCയുടെ റിപ്പോർട്ട് ആ കോർപ്പറേഷന് സമർപ്പിക്കുകയുണ്ടായി. അപ്പോഴാണ് ഗവൺമെന്റിന്റെ കാലാവധി കഴിയുന്നത്. മെയ് മാസത്തിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. പുതിയ ഗവൺമെന്റ് വന്ന ശേഷം ഒരു ചൈനീസ് കമ്പനിയെ ഇതിൻ്റെ കാര്യങ്ങൾ റിവേഴ്സ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് കേരള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് പ്രോജക്റ്റ് ഗവൺമെന്റ് സമർപ്പിച്ചു. കഴിഞ്ഞ UDF ഗവൺമെന്റ് എടുത്ത
ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഈ ഗവൺമെന്റ് വന്നപ്പോൾ അട്ടിമറിക്കുകയാണ് ഉണ്ടായത്. ശ്രീധരൻ അതിൽ നിന്ന് ഒഴിയുകയുണ്ടായി. അതിന് പകരമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് സെമി ഹൈസ്പീഡ് റെയിൽവേ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനിടയിലാണ് തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനമായിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ. പദ്ധതിയുടെ സൂത്രധാരകൻ. ഈ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതിയില്ല എന്ന ഒരു പദ്ധതിക്കാണ് അന്ന് രൂപം കൊടുത്തത്. ധനകാര്യ മന്ത്രാലയം ഈ പദ്ധതി നിരാകരിച്ചു. സംസ്ഥാനത്ത് പാരിസ്ഥിതിക പഠനം നടത്തിയില്ല, സാമൂഹ്യ പഠനം നടത്തിയില്ല, പണം എവിടെ നിന്ന് കിട്ടുമെന്നറിയില്ല. മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്ന് റവന്യൂ വകുപ്പ് ഫയലിൽ വ്യക്തമായി സൂചിപ്പിച്ചതാണ്. നീതി ആയോഗും ഈ പദ്ധതിക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നിട്ടും ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാ ചട്ടങ്ങളെയും മറികടന്നുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇതിനായി കഴിഞ്ഞ വെള്ളിയാഴ്ച 20-ാം തീയതി 20/11/2020 ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറിമാരുടെ ഒരു യോഗം ചേർന്ന് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിചിത്രമായ തീരുമാനമാണ് ആ യോഗത്തിൽ എടുത്തത്. ആ യോഗത്തിൽ പറയുന്നത് നീതി ആയോഗ് എതിരാണ്, റവന്യൂ വകുപ്പ് എതിരാണ്, കേന്ദ്ര ധന മന്ത്രാലയം എതിരാണ്. അവർക്ക് എന്തു പറഞ്ഞാലും ഔട്ട്സോഴ്സിംഗ് സമ്പ്രദായത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടി ഉടൻ ആരംഭിക്കണം എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച ഫയല് മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തിയിരിക്കുന്ന ഈ ഫയൽ അദ്ദേഹം ഒപ്പിട്ടാൽ രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം. ഇപ്പോൾ കെ സുരേന്ദ്രൻ മീറ്റ് ദ പ്രസ് പരിപാടി ഇല്ലാത്ത വിധം നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് പോലും അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും അടക്കം നിക്ഷേപമുണ്ട്, അഴിമതി പണം അവർ നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള കഥകളാണ് വരുന്നത്. സംസ്ഥാന ക്യാബിനറ്റിലെ 2 മന്ത്രിമാർ മഹാരാഷ്ട്രയിൽ നൂറുകണക്കിന് ഏക്കർ ഭൂമി വാങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. കമ്പത്തും തേനിയിലും അടക്കം UDFന്റെ പല നേതാക്കളുടെയും സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുക. ഭരണകക്ഷിയിൽപ്പെട്ടവർക്കും പ്രതിപക്ഷത്തിൽപ്പെട്ടവർക്കും സംസ്ഥാനത്തെ വിവിധ അഴിമതി കേസുകളിലൂടെ സമ്പാദിച്ച സഹസ്രകോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ രാജ്യത്തിന് അകത്തും പുറത്തും വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തും ഉള്ളതായിട്ടുള്ള വിവരങ്ങളാണ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കിഫ്ബി ഇടപാടിൽ ആരോപണ വിധേയനായിരിക്കുന്ന ശ്രീ തോമസ് ഐസക്കിന് വിദേശത്ത് സാമ്പത്തിക നിക്ഷേപമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. കൂടുതൽ നിലയിലേക്ക് വന്നിരിക്കുക. മസാല ബോണ്ടിൽ നടന്നത് വ്യാപകമായിട്ടുള്ള അഴിമതിയാണ് എന്ന് തെളിയാൻ പോവുകയാണ്. ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിക്കുന്ന കൊള്ളക്കാരുടെ സംഘമായി കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ മാറി. പിണറായി വിജയനെ നേരിടാൻ മുഖ്യമന്ത്രി കുപ്പായം അണിഞ്ഞ് UDFൽ ഉമ്മൻചാണ്ടിയോട് മത്സരിച്ച് താൻ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ഉറപ്പുവരുത്തി
പ്രചാരണത്തിനിറങ്ങിയ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ദയനീയമായിട്ടുള്ള നിലവിളി കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ബാറുടമയോട് കെഞ്ചിയ കഥ ലജ്ജാകരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് UDF നയിച്ചിരിക്കുക. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായി ശബ്ദിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശം UDF നഷ്ടമായിരിക്കുക. UDF ധാർമ്മികമായും രാഷ്ട്രീയമായും തകർച്ചയുടെ വക്കിലാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ എന്ന പോലെ കേരളത്തിലും തകർന്നടിയുകയാണ്. പിണറായി വിജയനെ നേരിടാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലമായിട്ട് പുറത്തു വരാൻ പോകുന്നത്. പിണറായി വിജയനെ നേരിടാൻ UDF സാധിക്കില്ല. LDF നേരിടാൻ കഴിയുന്ന ഏക ബദൽ ദേശീയ ജനാധിപത്യ സഖ്യമാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണമായിരിക്കും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകാൻ പോകുന്നത്. LDF നേരിടുന്നത് BJPയും ദേശീയ ജനാധിപത്യ സഖ്യവുമാണ്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും LDFും ദേശീയ ജനാധിപത്യ സഖ്യവും തമ്മിലുള്ള നേർക്കുനേർ മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ നേർചിത്രമാണ് സംസ്ഥാനത്തെ മിക്കവാറും ജില്ലകളിൽ. സെപ്റ്റംബർ 3 2020 കേന്ദ്ര ഗവൺമെന്റ് ഡ്രോപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ച കത്താണ്, ഉത്തരവാണ്. ഇത് നേരത്തെ റെയിൽവേ മന്ത്രാലയം പീയൂഷ് ഗോയൽ ഒരു കത്ത് കൊടുത്തിരുന്നു. പീയൂഷ് ഗോയലിന്റെ കത്തിൽ മാറ്റർ ഹാസ് എക്സാമിൻഡ് Ministry of Railways supports the proposed project as stand-alone elevated rail corridor. ഈ പദ്ധതിക്കല്ല, സ്റ്റാൻഡ് അലോൺ എലിവേറ്റഡ് റെയിൽ കോറിഡോറിന് വേണ്ടിയാണ് അവർ അനുവാദം കൊടുത്തത്. പിന്നീടാണ് അത് ഒക്ടോബർ 18 2018 അത് കഴിഞ്ഞിട്ടാണ് ധനകാര്യ മന്ത്രാലയം സെപ്റ്റംബർ 3 2020 ഇത് വേണ്ട, ഇത് ഡ്രോപ്പ് ചെയ്യണം എന്ന് തീരുമാനിച്ചത്. ഈ നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഡ്രോപ്പ് ചെയ്ത ഉപേക്ഷിച്ച പദ്ധതിയുമായി സർക്കാരിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? പദ്ധതി നടപ്പാക്കാനുള്ള 29% തുക, അതായത് 13,000 കോടി രൂപ കേന്ദ്ര ധനകാര്യ വകുപ്പാണ് നൽകേണ്ടത്. അവർ പദ്ധതി ഉപേക്ഷിച്ചാൽ ആ പണം എവിടുന്ന് കിട്ടും? മാത്രമല്ല 52% തുക, അതായത് 34,000 കോടി വിദേശ ഏജൻസികളിൽ നിന്ന് കടമെടുക്കേണ്ടതാണ്. കേന്ദ്രം ഉപേക്ഷിച്ച പദ്ധതിക്ക് എങ്ങനെ വിദേശ വായ്പ നമുക്ക് ലഭിക്കും? മാത്രവുമല്ല, കേന്ദ്ര റെയിൽവേ ബോർഡിന്റെയോ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയോ അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. റെയിൽവേ മന്ത്രാലയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്റ്റാൻഡ് എലോൺ എലിവേറ്റഡ് കോറിഡോറിന് മാത്രമാണ് അനുമതി കൊടുത്തത്. പക്ഷേ കേരളത്തിൽ ഭൂനിരപ്പിലൂടെയാണ് പാത കടന്നു പോകുന്നത്. കേന്ദ്രം അനുമതി നിഷേധിച്ചിട്ടും ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോകരുതെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ അഭിപ്രായത്തെ മറികടന്നുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. സ്പ്ലിങ്കർ പോലെയും പമ്പ മണൽക്കടത്ത് പോലെയും വലിയൊരു തട്ടിപ്പാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. ഇനിയും ഗതാഗത വകുപ്പ് സെക്രട്ടറി ജ്യോതിലാൽ ഹൈക്കോടതി കൊടുത്ത സത്യവാങ്മൂലമാണ് എൻ്റെ കയ്യിലുള്ളത്. കോപ്പി നിങ്ങൾക്ക് തരാം. ഈ സത്യവാങ്മൂലത്തിലും അദ്ദേഹം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അംഗീകാരവും കേന്ദ്ര അനുമതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഉപേക്ഷിച്ച പദ്ധതിയാണെന്നും വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹം സമർപ്പിച്ച The Ministry of Economic Affairs, Government of India informed that the 109th screening committee of the meeting of Department of Economic Affairs held on 18/8/2020 considered the proposal of Silver Rain project, loan assistance
PPR ID number 10988, and screening committee decided to drop the proposal advising the state government to conclude the existing pipeline projects. ഇത് ജ്യോതിലാല് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ പറയുന്ന കാര്യമാണ്. എന്തുകൊണ്ട് UDF ഗവൺമെന്റ് കൊണ്ടുവന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അവസാനിപ്പിച്ചു? എന്തുകൊണ്ട് ഈ ശ്രീധരനെ അതിൽ നിന്ന് ഒഴിവാക്കി? എന്തുകൊണ്ട് ആ പദ്ധതിക്ക് പകരം ഈ പദ്ധതി തെരഞ്ഞെടുത്തു? അതുപോലെ തന്നെ ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള കേന്ദ്ര അനുമതി കിട്ടുന്നതിന് മുമ്പ് എങ്ങനെ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോകുന്നു? 1989 റെയിൽവേ ആക്ട് സെക്ഷൻ 21 അനുസരിച്ച് റെയിൽവേ പോലൊരു മറ്റൊരു പൊതുഗതാഗത സംവിധാനം ആരംഭിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെയും അനുമതിയും ഉത്തരവും വാങ്ങണം എന്ന് പ്രത്യേകം റെയിൽവേ ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം സംസ്ഥാന റവന്യൂ വകുപ്പ് ചൂണ്ടിക്കാണിച്ചു. റവന്യൂ വകുപ്പ് ഫയൽ എഴുതിയത് ഞാനൊന്ന് വായിക്കാം. GOMS നമ്പർ 43/2019 ട്രാൻസ് ഡേറ്റഡ് 26/8/2019 പ്രകാരം സെമി സ്പീഡ് റെയിൽവേ പ്രോജക്റ്റിന് തത്വത്തിൽ അംഗീകാരം നൽകിയ ഉത്തരവ് ക്രമപ്രകാരമല്ല. അതിനാൽ പദ്ധതിയും നിർമ്മാണത്തിന് ആവശ്യമായ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതിയും വാങ്ങിയ ശേഷം മാത്രമേ അക്വിസിഷൻ നടപടിക്കുള്ള അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കാവൂ. റവന്യൂ വകുപ്പിന്റെ ഉത്തരവാണ്. റവന്യൂ മന്ത്രി ഇത് അംഗീകരിച്ചു. ഈ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് 22/9/2020 കഴിഞ്ഞ വെള്ളിയാഴ്ച ലാൻഡ് അക്വിസിഷനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഫയൽ നമ്പർ D2/19/2022 ട്രാൻസ്. ഈ പദ്ധതിയുടെ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല, സാമൂഹ്യ ആഘാത പഠനം നടത്തിയില്ല. 20,000 കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിക്കേണ്ടത്. 50,000 കച്ചവട സ്ഥാപനങ്ങളെയാണ് ഒഴിവാക്കേണ്ടത്. 145 ഹെക്ടർ നെൽവയൽ നികത്തണം. 1000 മേൽപ്പാലങ്ങളോ അടിപ്പാതകളോ നിർമ്മിക്കണം. ഇത്രയും ഭീമാകാരമായ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ പരിസ്ഥിതി ആഘാത പഠനം നടത്തണ്ടേ? അതും ചെയ്തില്ല. ചുരുക്കത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വാങ്ങാതെ, പരിസ്ഥിതി ആഘാത പഠനം നടത്താതെ, സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ അനുമതി ഇല്ലാതെ, നീതി ആയോഗിന്റെ ശുപാർശകളെ കണക്കിലെടുക്കാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ ഇതൊരു തട്ടിപ്പല്ലേ? ഇതാര് വിശ്വസിക്കും? അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിവാദ കമ്പനിയായ സിസ്ട്രയാണ് ഈ പദ്ധതിയുടെ കൺസൾട്ടന്റ്. ടാൻസാനിയ, ഘാന തുടങ്ങിയ രാജ്യങ്ങളിൽ വേൾഡ് ബാങ്ക് വിലക്കിയിട്ടുള്ള കമ്പനിയാണ് സിസ്ട്ര. അവരാണ് ഈ പ്രോജക്റ്റ് തയ്യാറാക്കുന്നത്. പ്രോജക്ട് റിപ്പോർട്ടും അലൈൻമെന്റും എല്ലാം തയ്യാറാക്കിയ സിസ്ട്രയാണ്. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 3 വർഷത്തെ കൺസൾട്ടൻസി കരാറാണ് സിസ്ട്രയ്ക്ക് നൽകിയത്. ഫീസ് 27 കോടി രൂപ. ഇതിൽ നൽകിയത് 12.2 കോടി രൂപ. ഇത് 23/9/2020 വരെയുള്ള കണക്കാണ്. പ്രാഥമികമായ യാതൊരു അനുമതിയും നേടാതെ, നിയമപരമായ ഒരു അംഗീകാരവും തേടാതെ ഇത്തരം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന കൺസൾട്ടൻസി തട്ടിപ്പിനാണ് എന്നത് വളരെ വ്യക്തമാണ്. വിദേശത്തുള്ള പല ധനകാര്യ ഏജൻസികളും സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട്. പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകാമെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അതിന് ഈ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമി അവർക്ക് ഈട് നൽകണം. സംസ്ഥാനത്തിന്റെ ഭൂമി പണയം വെച്ച് വിദേശത്തിന് കടമെടുക്കുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന് ഇത്തരം ആശങ്കകളൊന്നുമില്ല. വിദേശ
വായ്പ എടുക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷനിലാണ് പലർക്കും കണ്ണ്. എനിക്ക് ചില ചോദ്യങ്ങൾ ഗവൺമെന്റിനോട് ചോദിക്കാനുണ്ട്. കേന്ദ്ര സർക്കാരിന്റെയും റെയിൽവേ മന്ത്രാലയ ബോർഡിന്റെയും അംഗീകാരം കിട്ടാതെ അടിയന്തരമായി സ്ഥലമെടുപ്പ് ആരംഭിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സംസ്ഥാന സർക്കാർ വിഹിതമായ 18,200 കോടി രൂപ എവിടെ നിന്ന് കണ്ടെത്തും? കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കാൻ പറഞ്ഞ പദ്ധതി ആയതിനാൽ കേന്ദ്രവിഹിതമായ 13,000 കോടിക്ക് എന്ത് ചെയ്യും? കേന്ദ്ര അനുമതിയില്ലാതെ പദ്ധതിക്ക് വിദേശത്ത് നിന്ന് 34,000 കോടി എങ്ങനെ സമാഹരിക്കും? പദ്ധതിക്ക് അംഗീകാരം നൽകിയ ഉത്തരവ് നിലനിൽക്കുന്നതല്ലെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞിട്ടും ആ പദ്ധതിയുമായി എങ്ങനെ മുന്നോട്ട് പോകും? കേന്ദ്രാനുമതി വാങ്ങിയ ശേഷമേ ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങാവൂ എന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് എങ്ങനെ തള്ളിക്കളഞ്ഞു? 20,000 കുടുംബങ്ങളെ കുടിയിറക്കുന്ന, 50,000 കടകൾ പൊളിച്ചു കളയുന്ന ഈ പദ്ധതി ആരംഭിക്കുന്നതിന് ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു സർവകക്ഷി യോഗമെങ്കിലും സർക്കാർ വിളിക്കേണ്ടതായിരുന്നില്ലേ? പൊതുജന അഭിപ്രായം തേടേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? അതുകൊണ്ട് ഈ പദ്ധതിക്ക് ഞങ്ങൾ എതിരല്ല. ഈ പദ്ധതിയുടെ നടത്തിപ്പിനെ സംബന്ധിച്ച് സുതാര്യത ഉണ്ടാകണം. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമില്ലാതെ, റെയിൽവേ ബോർഡിന്റെ അംഗീകാരമില്ലാതെ, സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ അംഗീകാരമില്ലാതെ സെക്രട്ടറി തലത്തിൽ ചീഫ് സെക്രട്ടറി വിളിച്ചുകൂടി യോഗത്തിൽ വെച്ച് ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോയി ആയിരക്കണക്കിന് ആളുകളെ ഭീതിയിലാക്കുന്ന ഈ നടപടിയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും എൻ്റെ കയ്യിലുണ്ട്. ഗവൺമെന്റ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് ആരംഭിക്കാൻ ഉദ്ദേശിച്ച ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഇത്രയും ആളുകളെ കുടിയിറക്കാതെ തന്നെ ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ആ പദ്ധതി എന്തിനു വേണ്ടെന്ന് വെച്ചു? അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ബോധപൂർവം ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം പോലെ ഒരനുമതിയുമില്ലാതെ ഇത്രയും വലിയ ഭൂമി ഏറ്റെടുത്ത ആളുകളെ വഴിയാധാരമാക്കി. ഇപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 20,000-ഓളം കുടുംബങ്ങൾ ആശങ്കയിലാണ്. 50,000-ഓളം ചെറുകിട കച്ചവടക്കാർ ആശങ്കയിലാണ്. 145 ഹെക്ടർ നെൽവയലുകൾ നികത്തേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് എല്ലാവരുമായി ആലോചിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനില്ലേ? ഭൂമി ഏറ്റെടുക്കുമ്പോൾ റവന്യൂ വകുപ്പിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഔട്ട്സോഴ്സ് ചെയ്ത്, സാധാരണ ഭൂമി ഏറ്റെടുക്കുന്ന റവന്യൂ വകുപ്പാണ്, ആ ഏറ്റെടുക്കൽ നടപടി മാറ്റിവെച്ച് റവന്യൂ വകുപ്പിന്റെ ഉത്തരവുകൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് റെയിൽവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം. ഇത് സംസ്ഥാനത്ത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയോ ധനകാര്യ വകുപ്പിന്റെയോ റെയിൽവേ ബോർഡിന്റെയോ അംഗീകാരമില്ലാതെ സംസ്ഥാനത്ത് റവന്യൂ വകുപ്പ് തള്ളിക്കളഞ്ഞ ഭൂമി ഏറ്റെടുക്കൽ നടപടി നിർത്തിവെക്കണം. ഇതിനാവശ്യമായ പഠനങ്ങൾ, സാമൂഹ്യ ആഘാത പഠനമോ പരിസ്ഥിതി ആഘാത പഠനമോ നടത്താതെ ഇത്തരം നടപടിയുമായി മുന്നോട്ട് വരുന്നത് അഴിമതിക്ക് കളമൊരുക്കാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിദേശ വായ്പകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമി പണയപ്പെടുത്തി വായ്പകൾ സ്വീകരിക്കാനും അതുവഴി കമ്മീഷൻ തട്ടാനുമുള്ള നടപടിയായിട്ട് വേണം ഇതിനെ കാണാൻ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റ് പുനഃപരിശോധന നടത്തണം. ഗവൺമെന്റ് സർവകക്ഷി യോഗം വിളിക്കണം. ഈ ഇടപാടുകൾ തൽക്കാലം നിർത്തിവെക്കാൻ. കാരണം ഇന്നിന് മുഖ്യമന്ത്രി ഒപ്പിട്ടാൽ ഭൂമി ഏറ്റെടുക്കൽ ഔട്ട്സോഴ്സിങ്ങിന് വഴിതെളിക്കുമെന്നുള്ളത് കൊണ്ട് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സ്വാഭാവികമാണ്. നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അത് നടത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പം ഗെയിലും നാഷണൽ ഹൈവേ ഒന്നും ഒരു ചില്ലറ കാശ് ചെലവ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇല്ല എന്നുള്ള കാര്യം മറച്ചു വെക്കരുത്. ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ 100 ദിന പരിപാടിയിലാക്കുകയാണ്. അത് വേണ്ട.
പക്ഷേ ഇതെല്ലാം കേരളത്തിൽ നടപ്പാവേണ്ടതാണ്. അത് ജനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്. ആ നിലപാടിലൊന്നും ഒരു മാറ്റവുമില്ല. വികസനത്തെ സംബന്ധിച്ച് ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വികസനത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ വികസനത്തിന്റെ മറവിൽ കൊള്ളയടിക്കുന്നതിനെയാണ് എതിർക്കുന്നത്. അല്ല എന്ത് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ല ഞാൻ ചോദിക്കുന്നത്. ഇതിലിപ്പോ ഇത്രയധികം രാഷ്ട്രീയം കാണേണ്ട കാര്യം എന്താണുള്ളത്? അതിലെന്താണ് ഇത്ര വലിയ ആനക്കാരി ഇരിക്കുന്നത്? ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. മുസ്ലിം സംഘടനകളുടെ എതിർപ്പുണ്ടായിരുന്നു. ആ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ആ പോയിന്റ് ഇപ്പോഴും പല കാര്യങ്ങൾ, നാഷണൽ ഹൈവേ വികസനം ഉൾപ്പെടെ പല കാര്യങ്ങളിലും തീവ്ര മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അത് ആ സംഗതികൾ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. ഒന്നുമല്ല, ഇഷ്ടം പോലെ പണം കൊടുത്തതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ്. കോൺഗ്രസ് ഗവൺമെന്റ് ഈ കാര്യങ്ങൾക്കൊന്നും ചെയ്തില്ല. ഇഷ്ടം പോലെ പണം അല്ല നിങ്ങള് അല്ല ഞാനൊരു ഒരു കാര്യം പറയാ. ഒരു കാര്യം, നിങ്ങളിപ്പോ ഈ അഴിമതിയെല്ലാം നടത്തിയ പിണറായി വിജയനെ വെള്ളപൂശാൻ എന്റെ വായിൽ നിന്ന് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു വാക്കും വരാൻ പോകുന്നില്ല. അത് മറ്റു വാർത്തകളിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിന്റെ അറസ്റ്റ് കസ്റ്റംസ് രേഖപ്പെടുത്തി. കാക്കനാട് ജില്ലാ ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിൽ ശിവശങ്കറിന്റെ പങ്കിന് വ്യക്തമായ തെളിവുണ്ടെന്ന് കസ്റ്റംസ് കോടതിയിൽ പറയുന്നു. വിനീതയാണ് ചേരുന്നത്. വിനീത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിർണായകമായിട്ടുള്ള തെളിവുകളുടെയും അതോടൊപ്പം തന്നെ സ്വപ്നയുടെ ഉൾപ്പെടെയുള്ള ചില മൊഴികളുടെയും പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കസ്റ്റംസ് ശിവശങ്കറിന്റെ അറസ്റ്റ് എന്ന നിർണായകമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി എൻഫോഴ്സ്മെന്റിന്റെ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ശിവശങ്കറിന്റെ ജയിലിലെത്തിയാണ് കസ്റ്റംസ് സൂപ്രണ്ട് വി വിവേക് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ അറസ്റ്റിന് ശേഷം ശിവശങ്കറിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കും കസ്റ്റംസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. സ്വപ്നയും അതോടൊപ്പം തന്നെ കേസിലെ മറ്റൊരു പ്രതിയായ സരിത്തിനെയും കസ്റ്റഡിയിലേക്ക് കസ്റ്റംസ് സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ശിവശങ്കറിനെ കൂടി കസ്റ്റഡിയിലേക്ക് എടുത്തുകൊണ്ട് മൂന്നുപേരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് കസ്റ്റംസ് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ തെളിവിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ശിവശങ്കറിന്റെ അറസ്റ്റ് ഇന്ന് കസ്റ്റംസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിന് അനുമതി നൽകിയിരുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തുള്ള ജയിലിലെത്തി സ്വപ്നയെ കസ്റ്റംസ് നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാസം 16-ന് സ്വപ്നയെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം 18-ന് ജില്ലാ ജയിലിലെത്തി ഈ അന്വേഷണ സംഘം ശിവശങ്കറിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് സ്വപ്നയുടെ മൊഴി അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മൊഴിയിൽ ഇത്തരത്തിൽ ശിവശങ്കറിന് നേരിട്ട് ബന്ധമുള്ളതായി ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മൂന്നുപേരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ എന്ന രീതിയിലേക്ക് തന്നെ ഇപ്പോൾ കസ്റ്റംസ് സംഘം മുന്നോട്ട് പോകുന്നത്. രാവിലെയോടുകൂടിയാണ് ശിവശങ്കറിന്റെ അറസ്റ്റ് കസ്റ്റംസ് സംഘം ജയിലിലെത്തി രേഖപ്പെടുത്തിയത്. ശരി. നടിയെ ആക്രമിച്ച കേസിൽ മൊഴിമാറ്റി പറയാൻ സഹ തടവുകാരൻ വിളിച്ചതായും സാക്ഷി ജിൻസൺ ന്യൂസ് 18നോട്. ദിലീപിന് അനുകൂലമായി മൊഴിമാറ്റി പറയാനാണ് ആവശ്യപ്പെട്ടത്. 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. ജീവന ഭീഷണിയുണ്ടെന്നും ഒരാഴ്ച മുമ്പ് ചിലർ വീട് ആക്രമിച്ച് തന്നെ വകവരുത്താൻ ശ്രമിച്ചുവെന്നും ജിൻസൺ പറഞ്ഞു. പൾസർ സുനിക്കൊപ്പം ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ് ജിൻസൺ. സുവിവിഷ്ണ റിപ്പോർട്ടർ. പരാതിക്കാരനായ ജിൻസൺ സാക്ഷി കൂടിയാണ്. അയാൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ ഒരു പരാതി? അനുകൂലമായ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാമൻപിള്ള എന്ന് പറഞ്ഞ വക്കീൽ വിളിക്കും. വക്കീലായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. വക്കീൽ എന്നെ വിളിച്ചിരുന്നു. വക്കീലിനെ ഞാൻ നേരിട്ട് പോയി കണ്ടിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് വേണ്ട അനുകൂലമായ രീതിയിൽ മൊഴി കൊടുക്കണം എന്നുള്ള രീതി തന്നെയാണ് എന്നോട് അന്ന് സംസാരിച്ചത്. അതിൻ്റെ രേഖകൾ, അതിൻ്റെ വിത്ത് എവിഡൻസ്, ഓഡിയോ ഞാനത് പകർത്തി ആ രേഖകൾ ഞാനൊരു കോപ്പിയാക്കിയിട്ട് CD-യിൽ കോപ്പിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അത് പോലീസ് ആവശ്യപ്പെടുന്നതനുസരിച്ച് പോലീസിന് ഹാജരാക്കും. ഈ ആരാണ് വിളിച്ചത്? സഹതടവുകാരനായിരുന്നു? അതെ, അന്ന് എന്നോടൊപ്പം കിടന്നിരുന്ന ഒരു അന്ന് ജയിലിലുണ്ടായിരുന്ന ഒരാളാണ്. ദിലീപ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ദിലീപ് പറഞ്ഞിട്ടല്ല, ദിലീപിൻ്റെ ആവശ്യപ്രകാരം രാമൻപിള്ള വിളിച്ചതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പ്രത്യേകം എടുത്ത് ചോദിച്ചു, ദിലീപ് ആവശ്യപ്പെട്ടിട്ടായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആവശ്യപ്പെട്ടിട്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിൽ ചില ധ്വനികൾ ചില കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളുടെയൊക്കെ പേര് പറയുന്നുണ്ട്. ചില തീവ്രവാദ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആളുകളുടെ പേര് പറയുന്നത് അവരുടെ ബന്ധുവാണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെയും എനിക്കെതിരെ
മറ്റു രീതിയിലൊക്കെ ആക്രമണങ്ങൾ വന്നേക്കാം. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പറയുന്നത് കൊണ്ട് തന്നെ ഒരല്പം ഭയമൊക്കെ ഉണ്ട്. പക്ഷേ സത്യമായതുകൊണ്ടാണ് ഇത്ര ആർജവത്തോടുകൂടി പറയുന്നത്. അന്ന് എന്താണോ പറഞ്ഞത് അത് തന്നെയായിരിക്കും കോടതിയിൽ ആവർത്തിക്കുക. അതിൽ യാതൊരു മാറ്റമില്ല. ജീവന് ഭീഷണിയുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ജീവന് ഭീഷണിയുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സംരക്ഷിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും സംരക്ഷിക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രദീപ് കൊട്ടാത്തലയെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെന്ന് KB ഗണേഷ് കുമാർ MLA. പരസ്യ പ്രതികരണത്തിന് ഇല്ലെന്നും MLA പറഞ്ഞു. അതേസമയം പത്തനാപുരത്ത് നിന്ന് ഇന്ന് പുലർച്ചെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രദീപ് കുമാറിനെ വൈകുന്നേരത്തോടെ കാസർഗോഡ് എത്തിക്കും. പോലീസ് ആക്ട് ഭേദഗതി ഓർഡിനൻസ് സർക്കാർ വീണ്ടും ഗവർണർക്ക് അയക്കും. ഓർഡിനൻസ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാവും ഗവർണറെ സമീപിക്കുക. ഇത്തരമൊരു തീരുമാനത്തിന്റെ സാഹചര്യവും ഗവർണറെ ബോധ്യപ്പെടുത്തേണ്ടി വരും. പോലീസ് നിയമ ഭേദഗതി പിൻവലിക്കാൻ രാഷ്ട്രീയ തീരുമാനമെടുത്തെങ്കിലും ഭരണപരമായ നടപടിക്രമങ്ങൾ ബാക്കിയാണ്. പാർട്ടിയുടെയും മുന്നണിയുടെയും നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചെന്ന വിമർശനം ഒഴിവാക്കാൻ സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. അതുകൊണ്ടാണ് കടുത്ത തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങിയത്. ഇനി 3 വഴികളാണ് സർക്കാരിന് മുന്നിൽ. ഭരണഘടനയുടെ അനുച്ഛേദം 213(2) പ്രകാരം നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ദിവസം മുതൽ 6 ആഴ്ച വരെ ഓർഡിനൻസിന് നിയമപ്രാബല്യമുണ്ടാകും. 6 ആഴ്ചയ്ക്കുള്ളിൽ ബിൽ അവതരിപ്പിച്ച് പാസാക്കിയില്ലെങ്കിൽ ഓർഡിനൻസ് റദ്ദാകും. ഓർഡിനൻസ് റദ്ദ് ചെയ്യണമെന്ന പ്രമേയം സഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുക്കാമെന്നതാണ് മറ്റൊരു വഴി. എന്നാൽ സഭാ സമ്മേളനം ഇനി ജനുവരിയിലേ ഉണ്ടാകൂ. ഓർഡിനൻസ് റദ്ദ് ചെയ്യാനുള്ള തീരുമാനം വൈകുന്തോറും രാഷ്ട്രീയ സമ്മർദ്ദമേറും. ഓർഡിനൻസിൽ നിന്ന് പിന്മാറുന്നുവെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, റദ്ദ് ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതിനാലാണ് സർക്കാർ സാധ്യമായ 3ാമത്തെ വഴി തേടുന്നത്. മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്താൽ ഗവർണർക്ക് ഓർഡിനൻസ് പിൻവലിക്കാം. ഈ വഴിയിലൂടെയാകും സർക്കാർ നീങ്ങുക. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നിയമ ഭേദഗതിയോട് ഗവർണർക്ക് പൂർണ്ണ യോജിപ്പുണ്ടായിരുന്നില്ലെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഓർഡിനൻസ് പിൻവലിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടാൽ അക്കാര്യത്തിലും ഗവർണർക്ക് വിശദീകരണം തേടാം. അത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. പോലീസ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും RSP നേതാവ് ഷിബു ബേബി ജോണും സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നിയമ ഭേദഗതി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും വിശദമായ വാദം കേൾക്കണമെന്നുമാണ് ആവശ്യം. ഭേദഗതി തൽക്കാലം നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചതായി സർക്കാർ കോടതിയെ അറിയിക്കും. പൗരാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇത് എന്നാരോപിച്ചാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാന സംവരണ വിഷയത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ ആലോചന. ഇക്കാര്യത്തിൽ സർക്കാർ AGയുടെ നിയമോപദേശം തേടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തും. വിധി നടപ്പാക്കിയാൽ അധ്യക്ഷ സംവരണം 50% താഴെയാകും എന്നാണ് വിലയിരുത്തൽ. നിവാർ ചുഴലിക്കാറ്റ് തീരത്തോട് അടുക്കുമ്പോൾ തമിഴ്നാടും പുതുച്ചേരിയും അതീവ ജാഗ്രതയിൽ. തീരത്തു നിന്നും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളെ തിരിച്ചു വിളിച്ചു. ചുഴലിക്കാറ്റ് നാളെ ഉച്ചയോടെ തീരം തൊടും. ശ്രീലങ്കയ്ക്ക് വടക്ക് കിഴക്കായി രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി വടക്കു പടിഞ്ഞാറൻ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. നിലവിൽ ചെന്നൈയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റ്. നാളെ ഉച്ചകഴിഞ്ഞ് കൽപ്പാക്കത്തിനും കേളമ്പാക്കത്തിനും ഇടയിൽ കര തൊടുമെന്നാണ് പ്രവചനം. ചെന്നൈ ഉൾപ്പെടെയുള്ള വടക്കൻ തമിഴ്നാട്ടിൽ വ്യാപക മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. നിവാറിന്റെ വരവറിയിച്ച പലയിടത്തും കനത്ത മഴ തുടങ്ങി. നാളെ ഉച്ചയോടെ മഴ കൂടുതൽ കനക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആർക്കോണത്തു നിന്നുള്ള ദുരന്ത നിവാരണ സേനയെ കടലൂർ, ചിദംബരം തുടങ്ങിയ ജില്ലകളിൽ വിന്യസിച്ചു. കാരയ്ക്കൽ, നാഗപട്ടണം, പെരമ്പൂർ, പുതുക്കോട്ടൈ, തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി, തിരുവാവൂർ, അരിയല്ലൂർ തുടങ്ങിയ ജില്ലകളിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി. ട്രെയിൻ ഗതാഗതം നിർത്തിവയ്ക്കാനും നിർദ്ദേശമുണ്ട്. ചെന്നൈ ഉൾപ്പെടെയുള്ള കടലോര ജില്ലകളിൽ 20 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കും. മണിക്കൂറിൽ 100 മുതൽ 110 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റുവീശും. പുതുച്ചേരിയിലും കർശന ജാഗ്രത തുടരുകയാണ്. അതേസമയം നിവാർ ചുഴലിക്കാറ്റ് കേരളത്തെ ബാധിക്കില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയുണ്ടാകാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആരോഗ്യത്തിന് ദിവസവും ഒരു ഗ്ലാസ് പാല്. ശരീരത്തിന് ആവശ്യമായ കാൽസ്യം, പ്രോട്ടീൻ ലഭിക്കാൻ അമുൽ പാല് ശീലമാക്കും.
അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തോൽവി അംഗീകരിച്ച ഡൊണാൾഡ് ട്രംപ് അധികാര കൈമാറ്റത്തിന് വൈറ്റ് ഹൌസിന് ട്രംപ് നിർദ്ദേശം നൽകി. അതിനിടെ ക്യാബിനറ്റ് അംഗങ്ങളെ പ്രഖ്യാപിച്ച പ്രസിഡന്റ് പദവി ഏറ്റെടുക്കാനുള്ള പാതയിലാണ് ബൈഡൻ. തോൽവി അംഗീകരിക്കില്ലെന്ന കടുംപിടുത്തം ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ഉപേക്ഷിച്ചു. മിഷിഗൻ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി തിരിച്ചടിച്ചതിനു പിന്നാലെ അധികാര കൈമാറ്റത്തിന് നടപടി സ്വീകരിക്കാൻ വൈറ്റ് ഹൌസിന് ട്രംപ് നിർദ്ദേശം നൽകി. ഭരണമാറ്റത്തോട് സഹകരിക്കണമെന്ന അണികളോട് ആഹ്വാനം. തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായിരുന്നുവെങ്കിലും തോൽവി അംഗീകരിക്കില്ലെന്ന ട്രംപിന്റെ നിലപാട് അനിശ്ചിതത്വത്തിന് വഴിയൊരുക്കിയിരുന്നു. ചുമതല ഏറ്റെടുക്കാനുള്ള ആദ്യ സന്ദേശം പൊതുഭരണ വകുപ്പ് ബൈഡന് നൽകി. അധികാര കൈമാറ്റത്തിന് $63 ലക്ഷം ബൈഡന്റെ ഓഫീസിന് അനുവദിച്ചു. അതിനിടെ ഭരണം ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ടീം ബൈഡൻ. തന്റെ ക്യാബിനറ്റ് അംഗങ്ങളെ ബൈഡൻ പ്രഖ്യാപിച്ചു. വിദേശകാര്യ ഉപദേഷ്ടാവ് ആന്റണി ബ്ലിങ്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയാകും. ആവ്രിൽ ഹെയ്നസ് രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയാകും. കറുത്ത വംശജ ലിൻഡ തോമസ് യുഎന്നിലെ അമേരിക്കൻ പ്രതിനിധിയാകും. ജേക്ക് സള്ളിവനാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. കാലാവസ്ഥാ വിഷയത്തിൽ ബൈഡന്റെ ദൂതനാകും മുൻ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയായ ജോൺ കെറി. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. നാട്ടിലെങ്കും വോട്ടംഗം. ശബരിമല ശാസ്താവിനെ മനസ്സിലോർത്ത് ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യണമെന്ന് ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി. ബി.ജെ.പി. ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നടത്തിയ നുണപ്രചാരണങ്ങളുടെ കാലം കഴിഞ്ഞുവെന്ന് അബ്ദുള്ളക്കുട്ടി പറയുന്നു. തെരഞ്ഞെടുപ്പിൽ വികസന മുദ്രാവാക്യങ്ങൾക്കൊപ്പം ബി.ജെ.പി. ഉയർത്തുന്ന മുഖ്യ വിഷയം ശബരിമലയിലെ യുവതീ പ്രവേശനം തന്നെയാണ്. ശബരിമല മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ച് എ.പി. അബ്ദുള്ളക്കുട്ടി. അന്നത്തെ ദിവസം രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ച് നേരെ പോളിംഗ് ബൂത്തിൽ ചെന്ന് ഇലക്ട്രോണിക് യന്ത്രത്തിന്റെ മുമ്പിൽ നിൽക്കുക. എന്നിട്ട് കണ്ണടച്ച് ശബരിമല ശാസ്താവിന്റെ മനസ്സിൽ ധ്യാനിച്ച് പിണറായി വിജയന്റെ ഈ ഇരട്ടച്ചങ്കിൽ കുത്തിക്കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് ബി.ജെ.പി. ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നടത്തിയ നുണപ്രചാരണങ്ങളുടെ കാലം കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന മുസ്ലിം വിശ്വാസികളുടെ എണ്ണം. കേരളത്തിൽ വണ്ടൂരിൽ ഉൾപ്പെടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 60ഓളം പേർ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ടെന്നും എ.പി. അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. വണ്ടൂർ പഞ്ചായത്തിലെ 6ാം വാർഡ് സ്ഥാനാർത്ഥി സുൽഫത്ത് ഉൾപ്പെടെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും ബി.ജെ.പിയിലെത്തിയ 5 സ്ഥാനാർത്ഥികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. വണ്ടൂർ പഞ്ചായത്തിലെ 23-ൽ 15 സീറ്റിലാണ് ഇത്തവണ ബി.ജെ.പി. മത്സരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. വിമത സ്ഥാനാർത്ഥികൾ വെല്ലുവിളി ഉയർത്തുന്ന സ്ഥലങ്ങളിൽ പലതരം പ്രചാരണ തന്ത്രങ്ങൾ പയറ്റി കോൺഗ്രസ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒവൈസി ഫാക്ടർ ഓർമ്മിപ്പിച്ചാണ് വോട്ട് ചോർച്ച തടയാനുള്ള ശ്രമം. UDF റിബലുകൾക്ക് CPM സാമ്പത്തിക സഹായം നൽകുകയാണ് എന്നും UDF ആരോപിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പായതിനാൽ ഓരോ വോട്ടും നിർണായകം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയത്തിനു മുൻപ് അവസാനവട്ട അനുനയ ശ്രമങ്ങളിലൂടെ കോൺഗ്രസിന് റിബൽ ശല്യം കുറെയെങ്കിലും ഒഴിവാക്കാനായി. എങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ തീരദേശ വാർഡുകളിൽ അടക്കം റിബലുകൾ വെല്ലുവിളി ഉയർത്തുന്നു. റിബലുകൾക്ക് CPM സാമ്പത്തിക സഹായം നൽകുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഒപ്പം വോട്ടുകൾ ഭിന്നിച്ച് ബീഹാറിൽ വിജയം നഷ്ടപ്പെട്ട സാഹചര്യവും ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ പ്രചാരണ രംഗം വരും ദിവസങ്ങളിൽ ചൂടുപിടിക്കും. വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന നേതാക്കൾ മതസാമുദായിക നേതാക്കളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചാണ് മടങ്ങുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. പുട്ടിന് രാഷ്ട്രീയമുണ്ടോ? ഈ ചോദ്യത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാവും എല്ലാവരുടെയും മറുചോദ്യം. എന്നാൽ തിരുവനന്തപുരം കുറ്റിച്ചലിലെ സുൽഫിക്കറിന്റെ കടയിലെത്തിയാൽ രാഷ്ട്രീയ നിറമുള്ള പുട്ടിനെ പരിചയപ്പെടാം. നല്ല വിശപ്പ്. ഫുഡ് കഴിച്ചാലോ? ഓ കഴിക്കാം. ഹോട്ടല് നോക്കി നോക്കാം. ഇവിടെ നിന്ന് കഴിക്കാം. ഇനി അങ്ങോട്ട് ആമിന പുട്ടുകട. ഇവിടെ ഒന്ന് കയറി നോക്കിയാലോ? ചേട്ടാ എന്തൊക്കെയുള്ള ചേട്ടാ സ്പെഷ്യലി? CPM പുട്ടുണ്ട്, കോൺഗ്രസ് പുട്ടുണ്ട്, ലീഗ് പുട്ടുണ്ട്, BJP പുട്ടുണ്ട്, സ്വന്തം സ്ഥാനാർത്ഥിക്കുള്ള പുട്ടുണ്ട്. ഒരു സ്വതന്ത്രം പുട്ടുണ്ട്. ശരി.
ഐഡിയ എനിക്ക് ഇലക്ഷൻ വരുമ്പം ഇലക്ഷൻ ഇത് സംബന്ധിച്ച് ആ പുട്ട് വയ്ക്കും. അപ്പോൾ ഞാൻ ഫുട്ബോൾ വരുമ്പം ഫുട്ബോളിൻ്റെ രീതിയിൽ അങ്ങനെ ആ ഒരു ഇത്. പിന്നെ വേൾഡ് കപ്പും ഇലക്ഷനാണ് നമ്മളെ മെയിൻ. പിന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി അല്ലേ നമ്മൾ സാധാരണ പുട്ട് കടയാണ്, പുട്ട് എല്ലാ ദിവസവും പുട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരണം നോക്കിയാണ് സംഭവം ഇതിലോട്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പാർട്ടി ബേസ് ചെയ്ത് എടുക്കാം. നമുക്ക് ആദ്യം കോൺഗ്രസിൻ്റെ പുട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഏത് പാർട്ടിക്കാർ പറഞ്ഞാൽ അവരെ കൊടിയിര നിറത്തിൽ പുട്ടുണ്ടാക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്. CPM പുട്ടാണ്. CPM പുട്ടെന്ന് പറയുന്നത് ഇത് ബീട്രൂട്ടാണ്. നമുക്ക് CPMൻ്റെ അവരൊരു കറക്റ്റാലോ ആ ചെങ്കൊടി നമുക്ക് വരില്ല. കാരണം എല്ലാം നാച്ചുറലാണ്. ഇത് നാച്ചുറൽ കളറാണ്. ഇത് പറഞ്ഞാൽ ബീട്രൂട്ട് കൊണ്ട് അവർ ആ ഒരു നനയ്ക്കാം എന്നുള്ളതേ ഉള്ളൂ. BJPയുടെ അവരുടെ കൊടിയിലെ നിറമായ കാവി കളർ, അത് ക്യാരറ്റാണ്. ക്യാരറ്റ് പൊടിച്ച് മാവാക്കി അവരെ കൊടിയിലെ നിറത്തിലുള്ള നമ്മൾ കുറ്റിയിൽ മാവ് നിറച്ചതേ ഉള്ളൂ. ഇനി അടുത്തത് അവിച്ചെടുക്കാം. എങ്ങനെയാണ് ആവിയിൽ വെച്ച് 2 മിനിറ്റ്. എന്തായാലും ബിഷപ്പിനെ രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് എല്ലാം മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല, ഉഗ്രൻ. സുൽഫിക്കർ ചേട്ടനും ക്യാമറമാൻ കൃഷ്ണപ്രസാദിനുമൊപ്പം SS ശരൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ധനമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങൾ കാണുന്നു തത്സമയം. നിക്ഷേപ പരിപാടിയാണ് കേരളത്തിൽ. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിൽ കൊണ്ടിട്ടില്ല. ഇതൊരു 60,000 കോടി രൂപ ഒരു ഏജൻസി വഴി സമാഹരിക്കുക എന്ന് പറയുന്നത് എത്ര വലിയൊരു ടാസ്ക്കാണ്. അതൊന്ന് മനസ്സിലുണ്ടെങ്കിൽ പാതി സംശയങ്ങൾ തീരും. എന്തുകൊണ്ട് കിഫ്ബി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അതിന് ഉണ്ടാക്കിയിട്ടുള്ള ഏജൻസിയാണ്. ആ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള നാനാവിധ ഏജൻസികളുമായിട്ട് നിരന്തരമായ ബന്ധം പുലർത്തും, നിക്ഷേപകരുമായിട്ട് ബന്ധം പുലർത്തും, മാർക്കറ്റ് പഠിക്കണം, ഇടപെടണം. സാധാരണ സർക്കാരിന് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സർക്കാർ വായ്പ എടുക്കണം. എങ്ങനെ വായ്പ എടുക്കാം? SLR ബോണ്ട് ഇറക്കി കഴിഞ്ഞാൽ ആ റിസർവ് ബാങ്ക് വിറ്റ് കാശ് നമുക്ക് തരും. അത്രേ ഉള്ളൂ. നമ്മൾ വിദേശത്ത് വല്ല വായ്പ എടുക്കുകയാണെങ്കിൽ അതിന് അവരുടെ കൺസൾട്ടൻസ് വരും. എന്നിട്ട് അവർ 1-2 വർഷക്കാലം ചർച്ച ചെയ്ത് അവർ നമുക്ക് വേണ്ടി റിപ്പോർട്ടൊക്കെ എഴുതി തയ്യാറാക്കി അവരുടെ ടേംസിലും നമുക്ക് സാധനങ്ങൾ. നമ്മൾ ടേംസ് ഒന്നും ചർച്ച ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇവിടെ അങ്ങനെയല്ലേ. ഇവിടെ നമ്മുടെ കേരളത്തിലൊരു സ്ഥാപനം ഇത്തരത്തിൽ അന്തർദേശീയ മാർക്കറ്റിലും നമ്മുടെ ദേശീയ ധനക്കമ്പോളത്തിലുമൊക്കെ ഇടപെടുന്നതിന് ഒരു സർക്കാർ സ്ഥാപനത്തിനുള്ള പ്രാപ്തി വന്നിരിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടെയാണ് ഓരോ മലയാളിയും കാണേണ്ടത്. അതിനുപകരം ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ല നേതാക്കന്മാർക്ക് പലർക്കും. എങ്ങനെയൊക്കെ അവമതിപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ നോക്കാം. ഇന്നലെയായിട്ട് മാധ്യമങ്ങളിൽ ഗ്രീൻ ബോണ്ടിനെ കുറിച്ച്, IFC എന്നുള്ള വായ്പയെ കുറിച്ച് റിപ്പോർട്ടുകൾ പലതരത്തിലാണ് വരണേ. ഞാനതുകൊണ്ടാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്, വ്യക്തത വരുത്താൻ. ഈ പലരും ഓരോരുത്തരും ഓരോ കാര്യം പറഞ്ഞു പോണ്ട. ആദ്യം IFC എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിന്റെ ഒരു സബ്സിഡറിയാണ്. ആ വേൾഡ് ബാങ്കിന്റെ സബ്സിഡിയറി ഉണ്ടാക്കിയിട്ടുള്ളത് സർക്കാരല്ലാത്ത മറ്റ് സ്ഥാപനങ്ങൾക്ക് വായ്പ കൊടുക്കാനാണ്, പ്രത്യേകിച്ച് കോർപ്പറേറ്റുകൾക്ക്. സർക്കാരിന് IFC കൊടുക്കില്ല. ഇപ്പോ നമ്മുടെ നാട്ടിൽ നബാർഡ് ഉണ്ട്. നബാർഡ് സർക്കാരിനെ കൊടുക്കാം. പക്ഷെ നബാർഡിന്റെ കീഴിൽ നിഡ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിഡ സ്വകാര്യ ഏജൻസികൾക്കാണ് കൊടുക്കുക. ഇതുപോലെ ലോകബാങ്കിന്റെ സ്വകാര്യ കോർപ്പറേറ്റുകൾക്കും മറ്റും ധനസഹായം നൽകുന്ന ഏജൻസിയാണ് IFC എന്ന് പറയുന്നത്. ആ IFCയുമായിട്ട് കിഫ്ബി കഴിഞ്ഞൊരു 6 മാസമായി സജീവമായ ചർച്ചകൾ നടത്തി വരികയാണ്.
രഹസ്യമൊന്നുമില്ല. ജൂൺ 30 മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ എൻ്റെ പത്രസമ്മേളനത്തിൽ ഞാൻ ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞതാ. ആരും എൻ്റെ ഒരു പ്രാധാന്യം ആ നിമിഷത്തിൽ മനസ്സിലാക്കി കാണത്തില്ല. ഞാൻ ഗ്രീൻ ബോണ്ടിനെ കുറിച്ചും പറഞ്ഞു, IFCയിൽ നിന്ന് വായ്പ എടുക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചും അവിടെ പ്രസ്താവിക്കുകയുണ്ടായി. എഴുതി പത്രക്കുറിപ്പിലും അതുണ്ട്. അങ്ങനെ ഈ ജൂൺ 30 ചേർന്നാണ് കിഫ്ബിയുടെ GB കിഫ്ബിക്ക് IFCയിൽ നിന്ന് വായ്പ എടുക്കുന്നതിനുള്ള ചർച്ചകൾ നടത്താനുള്ള അനുമതി കൊടുത്തു, ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ. അതിനടിസ്ഥാനത്തിൽ ചർച്ചകൾ ഏറെ പുരോഗമിച്ചിട്ട് എന്താ ചർച്ച ചെയ്യുന്നത്? ഇത് ഹരിത വായ്പയാണ്, ഗ്രീൻ പ്രൊജക്ട്സിന് വേണ്ടി തരുന്ന വായ്പയാണ്. അപ്പൊ IFCക്ക് വളരെ കൃത്യമായിട്ടുള്ള നിർവചനമുണ്ട് എന്തൊക്കെയാണ് ഗ്രീൻ പ്രൊജക്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ കിഫ്ബിയിൽ ഇപ്പൊ സർക്കാർ ഇതിനകം പറഞ്ഞിട്ടുള്ള പ്രൊജക്ടുകളിൽ ഇവരുടെ മാനദണ്ഡപ്രകാരം ഒത്തുപോകാൻ പറ്റുന്ന പ്രൊജക്ടുകൾ ഏത്, അത് അവരോട്ട് ചർച്ച ചെയ്യണം. ഇതെടുക്കാൻ പറ്റുമോ? നമ്മൾ ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ കുട്ടനാട് പരിസ്ഥിതി പുനഃസ്ഥാപന പ്രൊജക്ട് 2ാം ഘട്ടം. തീരദേശത്ത് നമുക്ക് വലിയ തോതിൽ പണം വേണം ഈ ഗ്രോയിൻസും മറ്റും പണിയാൻ, അല്ലെങ്കിൽ ഓഷോ ബ്രേക്ക് വാട്ടർ പണിയാൻ. അവിടെ നിന്ന് ആളുകളെ പുനരധിവസിപ്പിക്കുകയും വേണം. ചെറിയ തുക പോരാ, അവിടെ നിന്ന് മാറി താമസിക്കുന്ന ഓരോരുത്തർക്കും 10 ലക്ഷം വെച്ച് കൊടുക്കേണ്ടി വരും. അത് തന്നില്ലെങ്കിലും ബാക്കി പക്ഷേ ഗ്രീൻ പ്രൊജക്ട് ഒന്ന് തന്നാലോ, അത് അനദർവാണ്. നമ്മുടെ കാർബൺ ന്യൂട്രൽ വയനാട്, ഇതൊരു ഗ്രീൻ ബിൽഡിങ്സ്, ഇതൊക്കെ അവരോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരുമാനങ്ങൾ എത്തിയിട്ടില്ല ഇന്ന പ്രൊജക്ട് എന്നുള്ളത്. അവർ കൂടി പറയും ഈ ഏത് പ്രൊജക്റ്റാണ് ഇതിനെ ഗ്രീൻ പ്രൊജക്ട് എന്ന് വിളിക്കാൻ പറ്റുന്നതെന്ന്. രണ്ടാമത്തത്, ഇത് IFCയിൽ നിന്ന് വായ്പയായിട്ട് എടുക്കാം, നേരിട്ട് അവർ തരാം. അതല്ലെങ്കിൽ അവര് ഏതാനും മറ്റ് ഇൻവെസ്റ്റേഴ്സും കൂടി അവർ വിളിച്ച് നമ്മുടെ ഈ വായ്പ തരാൻ സഹായിക്കും. അതല്ലെങ്കിൽ ഇത് ബോണ്ടായിട്ട് ഇറക്കാം. ഇത് ഈ ഓപ്ഷൻസ് ഉണ്ട്. ഏത് രീതിയിൽ വേണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ബോണ്ട് റേറ്റ് ഉയർന്നതാണ്, അതിനുപോലെ നെഗോഷിയേറ്റ് ചെയ്തുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ല ഫ്ലോട്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് വേണോ, മറ്റ് ഫിക്സഡ് ആയിട്ടുള്ള വേണോ, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ അവരോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വായ്പ ഇന്ത്യൻ രൂപയിലാണ്, ഇന്ത്യയിൽ തരുന്നതാണ്, വിദേശത്തു നിന്നല്ല. അപ്പൊ വിദേശത്തു നിന്നാണെങ്കിൽ RBIയുടെ അനുവാദം മേടിക്കണം, വിദേശത്ത് നിന്നല്ലെങ്കിൽ RBIയുടെ അനുവാദം വേണ്ട. ഏത് ബോഡി കോർപ്പറേറ്റിനും നാട്ടിൽ നിന്ന് വായ്പ എടുക്കാം. ധനമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കാം.